കൊല്ലം ജില്ലയിൽ ബി.ജെ.പി. പ്രതീക്ഷ വയ്ക്കുന്ന ചാത്തന്നൂരിൽ ഇക്കുറി താമര വിരിയുമോ? കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ് ഇക്കുറി മണ്ഡലം ഫോർവേഡ് ബ്ലോക്കിന് നൽകി ബാധ്യത ഒഴിക്കാനുള്ള നീക്കത്തിലാണ്. അതേസമയം മണ്ഡലം ഫോർവേഡ് ബ്ലോക്കിന് നൽകാനുള്ള നീക്കം ബി.ജെ.പി. കോൺഗ്രസ് അന്തർധാരയാണെന്ന ആരോപണം ഇടതുപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞു. CPIയുടെ അരിവാളിന്റെ മൂർച്ചയിൽ കഴിഞ്ഞ 2 തവണയും താമര ചാത്തന്നൂരിൽ തണ്ടറ്റ് വീണു. കൈപിടിച്ചുയരാനെത്തിയ കോൺഗ്രസിനെ മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു കൈയകലത്തിൽ നിർത്തി. ES ജയലാലിന്റെ ജനസമിതിയിലായിരുന്നു ചാത്തന്നൂരിലെ CPIയുടെ ഹാർട്ടിക് ജയം. നിയമസഭാ മണ്ഡലം രൂപീകരിച്ച കാലം മുതൽ CPIക്ക് അപ്രമാദിത്വമുള്ള മണ്ഡലമാണ് ചാത്തന്നൂർ. കഴിഞ്ഞ 11 തവണ നിയമസഭയിൽ ചാത്തന്നൂരിന്റെ ശബ്ദമായത് CPI പ്രതിനിധികളാണ്. കൊല്ലം ജില്ലയിൽ ത്രികോണ മത്സരം നടക്കുന്ന ഏക മണ്ഡലം കൂടിയാണ് ചാത്തന്നൂർ. 3 ടൈം പൂർത്തിയാക്കിയ ES ജയലാലിന് ഇക്കുറി സീറ്റുണ്ടാകില്ല. പകരം ജെ ചിഞ്ചുറാണിയോ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം R രാജേന്ദ്രനോ ആകും സ്ഥാനാർത്ഥി. പ്രതാപവർമ്മ തമ്പാന് ശേഷം ചാത്തന്നൂരിൽ കോൺഗ്രസിന് ഒരു പ്രതിനിധി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 2 തവണയായി 3ാം സ്ഥാനത്താണ് കോൺഗ്രസ്. ഈ മണ്ഡലം പിടിക്കാൻ പ്രത്യേക ഫോർമുലയൊന്നും കോൺഗ്രസിന്റെ മുന്നിൽ ഇല്ലതാനും. പിന്നെ എന്ത് ചെയ്യും? കൊല്ലം സീറ്റ് ആവശ്യപ്പെട്ട് സഖ്യകക്ഷിയായ ഫോർവേഡ് ബ്ലോക്ക് രംഗത്തുണ്ട്. എന്നാൽ ചാത്തന്നൂർ നൽകാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. സീറ്റ് ഫോർവേഡ് ബ്ലോക്കിന് നൽകുക, തുടർച്ചയായി ദയനീയ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടുക, അതാണിപ്പോൾ കോൺഗ്രസിന്റെ മനസ്സിലിരിപ്പ്. ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറിയും കൊല്ലം സ്വദേശിയുമായ G ദേവരാജന് ചാത്തന്നൂർ സീറ്റ് നൽകാനാണ് ആലോചിക്കുന്നത്. ഞാനത് ഉൾക്കൊള്ളുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നില്ല. ഇതെല്ലാം ഞാൻ സംസ്ഥാന നേതൃത്വത്തിന് വിടുകയാണ്. അതൊരു നയപരമായ പ്രശ്നമാണല്ലോ, ഒരു പോളിസി മാറ്ററാണ്. ആ പോളിസി മാറ്ററിൽ DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ പൂർണ്ണമായി ഇടപെടുന്നത് ശരിയല്ല. നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഞാൻ എൻ്റെ ഒപ്പീനിയൻ അപ്പോൾ നൽകും. BJPയുടെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി BB ഗോപകുമാർ തന്നെയാകും ഇത്തവണയും രംഗത്തിറങ്ങുക. ആ ചർച്ചകൾ നടക്കുമ്പോഴാണ് പുതിയ ആരോപണങ്ങൾ ഉയർന്നത്. തുടർച്ചയായി കോൺഗ്രസ് പരാജയപ്പെടുന്ന മണ്ഡലം, BJP വലിയ വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലം, ഈ മണ്ഡലത്തിൽ ഘടകകക്ഷിക്ക് സീറ്റ് നൽകുന്നതിലൂടെ കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്താണ്? ചോദ്യം ഇടതുപക്ഷത്തിൻ്റെതാണ്. അവിശുദ്ധമായ കൂട്ടുകെട്ടും അവിശുദ്ധമായ ബന്ധങ്ങൾ ഒരിടത്തും CPM സ്വീകരിക്കാറില്ല. അങ്ങനെ ആരെങ്കിലും സ്വീകരിച്ചാൽ ആ സ്വീകരിക്കുന്നവരെ അപ്പോഴേ തള്ളിപ്പറയും, പാർട്ടി അവിടെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നതാണ് കേരളത്തിലാകെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സിന് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ചാത്തന്നൂരിൽ കോൺഗ്രസിൻ്റെ ശക്തനായ സ്ഥാനാർത്ഥി BJPയെ തോൽപ്പിക്കാൻ വേണ്ടി മത്സരിക്കാൻ അവർ തയ്യാറാകുമോ എന്നതാണ് നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേശീയ നേതാവെന്ന മുഖച്ഛായ ഉണ്ടെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് സാധിക്കാത്ത എന്ത് മാറ്റമാണ് G ദേവരാജന് മണ്ഡലത്തിൽ കൊണ്ടുവരാനാകുക? മണ്ഡലത്തിൽ ശക്തമായ കമ്മിറ്റി പോലുമില്ലാത്ത ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് നൽകിയാൽ മത്സരത്തിൽ നിന്ന് കോൺഗ്രസ് പിൻവാങ്ങിയെന്ന വിമർശനം ഉണ്ടാകും. BJPക്ക് വിജയമൊരുക്കാൻ കോൺഗ്രസ് ഒത്താശ ചെയ്യുന്നുവെന്ന ആരോപണം ഉയരും. ചാത്തന്നൂരിൽ കോൺഗ്രസ് BJP ഡീൽ എന്ന ആക്ഷേപത്തിന് വഴിവെക്കും. ത്രികോണ മത്സരത്തിൽ നിന്ന് CPI BJP നേരിട്ടുള്ള മത്സരത്തിലേക്ക് കാര്യങ്ങളെത്തും. സീറ്റ് ഫോർവേഡ് ബ്ലോക്കിന് നൽകിയാൽ കോൺഗ്രസിലെ യുവ നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തുവാനും സാധ്യതയേറെയാണ്. CPI നേതൃത്വവുമായി അത്ര സുഖത്തിലല്ല നിലവിലെ MLA ES ജയലാൽ. പുതിയൊരു സ്ഥാനാർത്ഥിയോട് മത്സരിക്കാനെത്തുമ്പോൾ ES ജയലാലിന്റെ പിന്തുണ പാർട്ടിക്ക് അത്യാവശ്യമാണ്. അതിന് ജയലാൽ തയ്യാറാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ട തിരിച്ചടികളും നടപടികളും ജയലാലിന്റെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമാകുമെന്ന ആശങ്കയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ നേടിയ മുന്നേറ്റമാണ് BJPയുടെ പ്രതീക്ഷകൾക്ക് അഴക് പടർത്തുന്നത്. BJP സംസ്ഥാന മുൻ അധ്യക്ഷനായ ഒരു വ്യക്തിയെ കൂടി ചാത്തന്നൂരിലെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് BJP പരിഗണിക്കുന്നുവെന്ന സൂചനയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ മണ്ഡലത്തിലെ പ്രവര സമുദായമായ SNDP BJPയോട് ഇടയും. മേൽക്കൈ നഷ്ടമായ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള നടപടികളല്ലേ കോൺഗ്രസ് സ്വീകരിക്കേണ്ടത്? ഘടകകക്ഷിക്ക് ചാത്തന്നൂർ നൽകി BJPയെ സഹായിക്കാനുള്ള ഗൂഢനീക്കം ഇതിന് പിന്നിലുണ്ട് എന്നുള്ള ആക്ഷേപം ശക്തമാണ്. അതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.